നാളെ ഒരു ജോലി പോലും കിട്ടാതെ തെണ്ടിത്തിരിഞ്ഞു വരുമ്പോഴേ നീ പറഞ്ഞ ഈ ഫ്രീഡത്തിന്റെ വില മനസ്സിലാവൂ. അജി, ഞാൻ പറയുന്നത് നീ കേട്ടേ പറ്റൂ. സയൻസ് എടുത്ത് നീ ഒരു ഡോക്ടർ ആകണം. അത് മാത്രമായിരിക്കണം നിന്റെ ലക്ഷ്യം. അതിനുള്ള കോച്ചിങ് ക്ലാസ്സിലാണ് നിന്നെ ഞാൻ ചേർത്തിട്ടുള്ളത്. അച്ഛൻ, എനിക്ക് ഡോക്ടർ ആവാൻ താല്പര്യമില്ല. എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാനാണ് ഇഷ്ടം. എന്റെ ജീവിതമാണ്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള കോളേജിൽ ഞാൻ ഇഷ്ടമുള്ളത് പഠിക്കും. നിന്റെ ജീവിതമോ? നിനക്ക് എന്ത് മെച്യൂരിറ്റി ഉണ്ടായിട്ടാണ് നീ നിന്റെ ജീവിതത്തെ കുറിച്ച് പറയുന്നത്? ഈ പ്രായത്തിൽ കമ്പ്യൂട്ടറും കളിയും മാത്രമാണ് നിന്റെ ചിന്ത. നിനക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. അച്ഛൻ പറയുന്നത് നിന്റെ നന്മയ്ക്കാണ്. അച്ഛൻ പറയുന്നത് എന്റെ നന്മയ്ക്കല്ല, അച്ഛന്റെ സ്വപ്നങ്ങൾ എന്റെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. എന്റെ ഭാവി തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? അതിനൊരു വിലയില്ലേ? വിലയോ? നിന്നെ വളർത്താൻ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് നീ തരുന്ന വിലയാണോ ഇത്? നാളെ ഒരു ജോലി പോലും കിട്ടാതെ തെണ്ടിത്തിരിഞ്ഞു വരുമ്പോഴേ നീ പറഞ്ഞ ഈ ഫ്രീഡത്തിന്റെ വില മനസ്സിലാവൂ. ലക്ഷക്കണക്കിന് കുട്ടികൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ നീ വെറും കമ്പ്യൂട്ടറിന് മുന്നിൽ സമയം ചെലവഴിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ഈ വാശി ഇവിടെ നടക്കില്ല. വാശി ഞാനല്ല, അച്ഛനെ കാണിക്കുന്നേ. അച്ഛന്റെ വാശി അയക്കണം, അത്രേ ഉള്ളൂ. മറ്റുള്ളവരുടെ വികാരം മനസ്സിലാക്കാൻ പറ്റാത്ത ഹൃദയമില്ലാത്തവനാണ് അച്ഛൻ. സ്വാർത്ഥനാണ് അച്ഛൻ. ഏട്ടാ, കരയല്ലേ? അച്ഛൻ ഒരിക്കലും നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാനിപ്പോ ചെറിയ കുട്ടിയൊന്നുമല്ല. എനിക്ക് എന്താ വേണ്ടത് എനിക്കറിയാം. ഞാനല്ലേ പഠിക്കണേ, എനിക്ക് ഇഷ്ടമല്ലേ ഞാൻ പഠിക്കണ്ട്. ഏട്ടൻ പറഞ്ഞ് അച്ഛന് ഒരുപാട് വിഷമായിട്ടുണ്ടാവും ഏട്ടാ. നമ്മുടെ കുടുംബം പണ്ട് എങ്ങനെയൊന്നും ആയിരുന്നില്ലടാ. നമ്മൾ എത്ര സന്തോഷത്തിലായിരുന്നു. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്തായാലും മനസ്സിലാക്കിയേനെ. അമ്മ പോയ ശേഷം അച്ഛൻ ഒരുപാട് മാറിപ്പോയി. ഇപ്പൊ അച്ഛൻ ചിരിക്കാറേ ഇല്ല. എപ്പോഴും ദേഷ്യവും സ്ട്രിക്റ്റും മാത്രം. എനിക്ക് എന്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നതാ. മൺകൂട്ടിലെന്നെ തനിച്ചാക്കി എങ്ങു നീ പറന്നു പോയി. അമ്മയെ വേർപെട്ട പൈക്കിടാവിൻ ദുഃഖമോർക്കാതെ എങ്ങു നീ പോയി മറഞ്ഞു പോയി. എനിക്കറിയാം നീ നിന്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. നീ മാത്രമല്ലടാ, ഞാനും അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവൾ പോയപ്പോ നിങ്ങൾക്ക് ഒന്നിന്റെയും കുറവ് വരുത്തരുത് ഞാൻ കരുതി. ഒരച്ഛനും അമ്മയും ഒക്കെ ആവാൻ ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ എപ്പോഴോ ഞാൻ റഫായി. എന്നോട് ക്ഷമിക്കണടാ. ഇല്ല, ഞാൻ ആ സങ്കടത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. എന്നോട് ക്ഷമിക്കണ. ഞാൻ അച്ഛനെ വല്ലാണ്ട് വേണിച്ചു. വേണ്ടടാ, നീ പറഞ്ഞാണ് ശരി. ഇത് നിന്റെ ജീവിതമാണ്. അപ്പൊ നിന്റെ തീരുമാനം. നീ നിനക്ക് ഇഷ്ടമുള്ള കമ്പ്യൂട്ടർ സയൻസ് തന്നെ പഠിച്ചോ. നിനക്ക് ഇഷ്ടമുള്ള കോളേജിലെ അച്ഛൻ അഡ്മിഷൻ ശരിയാക്കി തരാം. നമ്മൾ വീണ്ടും പഴയ പോലെ നല്ല കൂട്ടുകാരെ പോലെ തന്നെ ആവണ്ടേ. നിങ്ങളുടെ അമ്മ പണ്ട് എപ്പോഴും പറയായിരുന്നു, ഒരു കുടുംബമാകുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ എപ്പോഴും നമ്മൾ ഒന്നായിരിക്കണം. പരസ്പരം സംസാരിച്ചാൽ തീരാത്ത പ്രശ്നമൊന്നുമില്ല ലോകത്ത്. കരയല്ലടാ, കരയല്ലേ. കരഞ്ഞ അച്ഛന് സങ്കടം വരില്ലടാ. മറഞ്ഞു
നീ അകന്നു പോയതെവിടെ? ഇരുളുന്ന മൺകൂട്ടിലെന്നെ തനിച്ചാക്കി എങ്ങു നീ പറന്നു പോയി. അമ്മയെ വേർപെട്ട പൈക്കിടാവിൻ ദുഃഖമോർക്കാതെ എങ്ങു നീ പോയി.